ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമം തുടരുകയാണ്. ഇസ്ലാമിസ്റ്റുകളെ ഭയന്ന് ഹിന്ദു അധ്യാപകർ കൂട്ടത്തോടെ രാജിവെക്കുകയാണ്. 50 അധ്യാപകരാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രാജിവെച്ചത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, അവിടെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമം തുടരുന്നു. മാത്രമല്ല, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെയുമുണ്ടോ? ഈ അധ്യാപകർ കൂട്ടത്തോടെ രാജിവെക്കുന്ന സാഹചര്യം എന്താണ്? ലക്ഷ്മി, ബംഗ്ലാദേശിൽ ഹിന്ദു മതവിഭാഗത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നും ഇപ്പോഴും തുടരുകയാണ്. ഈ ആഭ്യന്തര കലാപം നടക്കുന്ന ഘട്ടത്തിൽ വ്യാപകമായി ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും നിരവധി ഹിന്ദു ധർമ്മവിശ്വാസികളെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സംഭവം നമ്മൾ കണ്ടു. പിന്നീട് ഭാരതത്തിൽ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയും ശക്തമായ താക്കീത് ഈ ഭീകരവാദികൾക്ക് നമ്മുടെ രാജ്യം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ നേരിട്ടുള്ള അക്രമത്തിൽ കുറച്ച് കുറവുണ്ടായത്. പക്ഷേ ഇപ്പോൾ മറ്റൊരു രീതിയിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ ഈ തീവ്ര മതമൗലികവാദികൾ ഹിന്ദുക്കൾക്ക് മേൽ ബംഗ്ലാദേശിൽ നടത്തുന്നത്. അതായത് പല കോളേജുകളിലും മറ്റും ഹിന്ദു അധ്യാപകർ മുസ്ലിം വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതില്ല എന്ന ഒരു തിട്ടൂരം അല്ലെങ്കിൽ അത്തരമൊരു താക്കീത് ഇപ്പോൾ ഈ മുസ്ലിം സംഘടനകൾ നടത്തുന്നു. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഏതാണ്ട് 1.5 ആഴ്ചക്കിടയിൽ മാത്രം 50 അധ്യാപകർ വിവിധ കോളേജുകളിൽ നിന്നും പ്രിൻസിപ്പൽ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിവിധ ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ മറ്റൊരു വിഷയം കൂടി ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ഈ പറുദയിടാതെ വരുന്ന, അതായത് മുഖം മൂടാതെ കോളേജുകളിൽ പഠിപ്പിക്കാനെത്തുന്ന അധ്യാപകർക്ക് നേരെ ആദ്യം ജിഹാദികൾ ഭീഷണിയുമായി എത്തിയിരുന്നു. ഇതേ തുടർന്ന് ധാക്ക യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ ധാരാളം അധ്യാപകർ ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുഖം മൂടിക്കൊണ്ട് മാത്രം, അതായത് പൂർണ്ണമായി തലയും മുഖവും മൂടിക്കൊണ്ട് മാത്രമേ അധ്യാപകർ കോളേജിൽ വരാവൂ എന്ന ഭീഷണി ആദ്യം ഇസ്ലാമിസ്റ്റുകൾ ഉയർത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മതന്യൂനപക്ഷത്തിൽപ്പെടുന്ന, പ്രത്യേകിച്ച് ഹിന്ദുക്കളും അതോടൊപ്പം തന്നെ ബുദ്ധമത വിശ്വാസികളും ക്രൈസ്തവരുമൊക്കെ അടങ്ങുന്ന അധ്യാപകർ കോളേജുകളിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന ഒരു ഭീഷണിയിലേക്ക് ഇപ്പോൾ ഈ മതമൗലികവാദ സംഘടനകൾ കടന്നിരിക്കുന്നത്. എന്തായാലും ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിൻ്റെ പരിപൂർണമായ പിന്തുണ ഈ മത തീവ്രവാദികൾക്ക് ലഭിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുത്തു കളഞ്ഞത്. നമുക്കറിയാം, ഈ ആഭ്യന്തര കലാപത്തിന്, ഇന്ത്യ വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് തന്നെ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇതേ തുടർന്നാണ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ജമാഅത്തെ ഇസ്ലാമിക്ക് ബംഗ്ലാദേശിൽ നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ ആ നിരോധനം ഇപ്പോൾ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോളേജുകളിലും മറ്റും ഈ ഭീകരവാദ ശക്തികൾ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യം ബംഗ്ലാദേശിൽ രൂപപ്പെടുന്നത്. ലക്ഷ്മി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.